Hello everyone, I am Tasni. Welcome to Tasni's School. ഇത് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഇതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന ഡിഗ്രി കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ മെയിൻ പേപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 1 ആണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം മറ്റു ഡിഗ്രി കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമാണ് BA ഫങ്ഷണൽ ഇംഗ്ലീഷിലെ പേപ്പേഴ്സും സിലബസും എല്ലാം. അപ്പോൾ യൂട്യൂബിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഡിഗ്രി പേപ്പേഴ്സിൻ്റെ വീഡിയോസ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒരാൾക്ക് സഹായമാവും എന്ന തോന്നലുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന മെയിൻ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂള് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്ന സിലബസ് ഇങ്ങനെയാണ്: കമ്മ്യൂണിക്കേഷൻ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോസസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോഡലിംഗ്, ലീനിയർ മോഡൽ ആൻഡ് ട്രാൻസാക്ഷണൽ മോഡൽ, കമ്മ്യൂണിക്കേഷൻ, കോമ്പറ്റൻസ്. അപ്പോൾ നമുക്കിന്ന് മൊഡ്യൂൾ 1 മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം കമ്മ്യൂണിക്കേഷൻ ആണ് തുടങ്ങുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? The word communication is derived from the Latin word communicare, which means to share. Communication involves the sharing of ideas, opinions, intentions, etc. among people. It is often defined as the transfer of information from one place or one person to another. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന പദം ഉത്ഭവിച്ചത് ഒരു ലാറ്റിൻ വേർഡായ കമ്മ്യൂണിക്കെയർ എന്ന പദത്തിൽ നിന്നുമാണ്. അതിൻ്റെ അർത്ഥം ടു ഷെയർ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഷെയറിംഗ് ആണല്ലേ. ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, നമ്മുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ എല്ലാമായിട്ട് നമ്മൾ മനുഷ്യരോട് ഷെയർ ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം: ഒരു ഇൻഫർമേഷൻ ഒരു സ്ഥലത്തിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ മറ്റൊന്നിലേക്ക് എത്തിക്കുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഷെയറിംഗ് ആണ്. മലയാളത്തിൽ കമ്മ്യൂണിക്കേഷനെ ആശയവിനിമയം എന്നാണ് പറയുക. ആശയവിനിമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയങ്ങൾ പരസ്പരം കൈമാറുക. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കും അല്ലെ, ചരിത്രം. അതിൻ്റെ പഴയ കാലത്ത്, അത് ഉത്ഭവിച്ച കാലത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കും. അത് തന്നെയാണ് ഇവിടെയും കമ്മ്യൂണിക്കേഷൻ്റെ, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ, മനുഷ്യന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. Communication has existed in various forms since man appeared on the earth. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ, എന്ന് മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തന്നെ കമ്മ്യൂണിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ഏർലി ഡേയ്സ് the methods of communication consisted of a disorganized set of signs that could have different meanings to each person. അതായത് പണ്ട് കാലത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് അവർ യൂസ് ചെയ്ത സൈൻസ് എല്ലാം ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് ഓരോരുത്തർക്കും മനസ്സിലാവുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി അറൌണ്ട് 30,000 BC that communication began to take on an international manufactured format. 30,000 BC വർഷങ്ങൾക്ക് മുൻപാണ് കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻ്റർനാഷണലി മാനുഫാക്ചേർഡ് ഫോർമാറ്റിലേക്ക് വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വെൽ നോൺ ഫോം ഓഫ് പ്രിമിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് കേവ് പെയിൻറ്റിങ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേവ് പെയിൻറ്റിങ്സിലൂടെയാണ് ആദ്യം മനുഷ്യന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. According to several historians, these depictions were used as a manual for instructing others what animals were safe to eat. Later, other forms of communication began to evolve. Storytelling was used to pass on important information in the days before the existence of written word. Eventually, symbols and pictorial language came into existence for inscribing information. പണ്ട് കാലത്ത് ഈ കേവ് പെയിൻറ്റിങ്സ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് മനുഷ്യന്മാർ തമ്മിൽ വിവരങ്ങൾ കൈമാറാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നിരവധി
കമ്മ്യൂണിക്കേഷൻ്റെ രൂപങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ കഥ പറച്ചിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറി. എന്തിന്? ഇൻഫർമേഷൻ കൈമാറാൻ. എഴുത്ത് ലിപികളുടെ മുൻപുള്ള കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. എഴുത്ത് വരുന്നതിന് മുന്നേ തന്നെ കഥ പറച്ചിലൂടെയാണ് പരസ്പരം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, അവരെ വിവരങ്ങൾ കൈമാറിയിരുന്നത്. അതിനുശേഷമാണ് എഴുത്ത് ലിപിയൊക്കെ വന്നത്. അതുപോലെ തന്നെ പിന്നീട് സിമ്പിൾസും പിക്ടോറിയൽ ലാംഗ്വേജ്, ചിത്രത്തിലൂടെയും സിമ്പിൾസിലൂടെയും ഒക്കെ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ കൈമാറാനായിട്ട് തുടങ്ങി. As the human race progressed, more stable methods of communication began to emerge. അതായത് മനുഷ്യന്മാരുടെ എണ്ണം കൂടിയപ്പോൾ പിന്നീട് പല മാർഗങ്ങളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. It began with the invention of alphabets, writing system and later print technology. ആദ്യം ആൽഫബറ്റ്സിലൂടെ, ലെറ്റേഴ്സിലൂടെ, പിന്നീട് റൈറ്റിംഗ് സിസ്റ്റം വന്നു, എഴുത്ത് ലിപി വന്നു, അതിനുശേഷം പ്രിന്റ് ടെക്നോളജി വന്നു, അച്ചടി വന്നു. The technology of communication developed rapidly with the invention of radio, television, telegraph, telephone, mobile phone and similar digital devices. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ രീതികളേ മാറി, ടെക്നോളജികൾ കംപ്ലീറ്റ് ആയിട്ട് മാറി. എങ്ങനെയാണ്? റേഡിയോ വന്നു, ടെലിവിഷൻ വന്നു, ടെലിഗ്രാഫ് വന്നു, ടെലിഫോൺ വന്നു, മൊബൈൽ ഫോൺ വന്നു, പിന്നെ അതുപോലുള്ള ഡിജിറ്റൽ ഡിവൈസസും ഒക്കെ വന്നു. Nowadays, the social media allows everyone to communicate their ideas and opinions on a broad platform. ശരിയല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ഐഡിയാസും ഒപ്പീനിയൻസും ഒക്കെ ഷെയർ ചെയ്യാനും കിട്ടിയ ഒരു വലിയ പ്ലാറ്റ്ഫോമായി മാറി സോഷ്യൽ മീഡിയ, അല്ലേ? അതെ. In a nutshell, the technology of communication developed and transformed along the passage of human history. ടെക്നോളജിയും ചരിത്രവും എല്ലാം എത്ര പെട്ടെന്നാണ് മാറിയത്. ഇപ്പം നമുക്ക് നേരം കൊണ്ട് എല്ലാവരോടും, ലോകത്തുള്ള ഏത് ഭാഗത്തിൽ കിടക്കുന്ന ആളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുതന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ട്രാൻസ്ഫർമേഷൻ ഓർ പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും നോക്കി. ചുരുക്കിയ ഒരു ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പരിശോധിച്ചത്. ഇനി അടുത്തത് മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Communication involves the sharing of information between different individuals. It includes the sharing of ideas, concepts, imaginations, feelings, and written content. Communication is one of the primary needs of a human being. It brings people together and lays the foundation of a society or community. It bridges the gap between individuals and groups by providing common goals and principles. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് അതിൻ്റെ പർപ്പസ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് പരസ്പരം ആളുകൾ കൈമാറുന്നതാണ്. അതിൽ അവരുടെ ഐഡിയാസ് ഉണ്ടാവാം, അവരുടെ കോൺസെപ്റ്റ്സ് ഉണ്ടാവാം, ഇമാജിനേഷൻസ് ഉണ്ടാവാം, ഫീലിങ്സ് ഉണ്ടാവാം, എന്തും ഉണ്ടാവാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമാണ്. എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കൊണ്ടുവരുന്നു. അത് ഒരു പാലമായിട്ട് മാറുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, നമ്മൾ പരസ്പരം സംസാരിച്ചും അല്ലെങ്കിൽ എന്ത് രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ്സിന് ഒരു കോമൺ ഗോളും ആൻഡ് പ്രിൻസിപ്പിൾസും വെക്കാനായിട്ട് കഴിയുന്നു. അടുത്തത് ഇതിലെ തന്നെ ഇനി നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന് കുറച്ച് പർപ്പസസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പർപ്പസ് ടു ഇമ്പാർട്ട് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് കൈമാറാനാണ് മെയിൻലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇനേബിൾസ് പീപ്പിൾ ടു ഷെയർ ദെയർ നോളജ്. പരസ്പരം അവരുടെ അറിവുകൾ ഷെയർ ചെയ്യാനാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. വിത്ത് ദെയർ ഫെലോ ബീയിങ്സ് ആൻഡ് പ്രിസർവ് ഇറ്റ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻസ്. എന്തിനാണ് ഇവർ പരസ്പരം മാറുന്നത്? അത് എല്ലാവരിലും, അവരുടെ ഫെലോ ബീങ്സ് എല്ലാവരിലും അത് എത്തിക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻസ്, വരും തലമുറകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ എല്ലാവരോടും ഈ നോളജ് പകർന്നു കൊടുക്കുന്നത്. ഇറ്റ് കൺസേർവ്സ് വാല്യുബിൾ ഡാറ്റ ഫ്രം ഗെറ്റിംഗ് ലോസ്റ്റ്. അതെ, വളരെ വേണ്ടപ്പെട്ട ഡാറ്റകൾ, ഇൻഫർമേഷൻസ് ഓർ നോളജ് അത് എല്ലാവരിലും എത്തിക്കാൻ, അതായത് അത് ലോസ് ആവാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ. കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്
both positive and negative. It helps people to vent their frustrations and negative thoughts. കമ്മ്യൂണിക്കേഷൻ മനുഷ്യന്മാരുടെ എല്ലാം ഇമോഷൻസ് കൈമാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. പോസിറ്റീവ് വേയിലും ആവാം, നെഗറ്റീവ് വേയിലും ആവാം. മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകളും നെഗറ്റീവ് തോട്ട്സ് ആയാലും എന്തായാലും കൈമാറാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ടു മെയിൻറ്റെയിൻ റിലേഷൻസ്. Communication ties people together to form communities. It also permits them to maintain inter-community relationships. It helps them to find like-minded people and form a stable social bonding. റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഓരോ കമ്മ്യൂണിറ്റീസിലെ മനുഷ്യന്മാരെ ഒന്നിച്ചു ചേർക്കാൻ ഈ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. അടുത്തത്, ടു ക്രിയേറ്റ്. ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. People are enabled to express their skills in art, literature or any other field of aesthetics with the help of communication. Artistic creation, അതായത് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സംസാരിക്കാൻ മാത്രമല്ല നിരവധി ഫീൽഡിൽ അവരുടെ സ്കിൽസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആർട്ടിലായിക്കോട്ടെ, ലിറ്ററേച്ചറിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഫീൽഡിലായാലും, എസ്തറ്റിക്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ സ്കിൽസ്, അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, അഞ്ചാമത്തെ, ടു മേക്ക് ലൈഫ് ഈസി. കമ്മ്യൂണിക്കേഷൻ ഇനേബിൾസ് പീപ്പിൾ ടു ഇംപ്രൂവ് ദയർ ലൈഫ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ഇൻവെൻഷൻസ്, ഇമാജിനേഷൻസ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. Without communication, human beings would be forced to lead an isolated and pathetic life without friends, ways of meaningful merriment and means to gain and impart knowledge. അതായത് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ കൂടെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അവരുടെ ഇമാജിനേഷൻസും അവരുടെ ഇൻവെൻഷൻസും എല്ലാം കൂടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാനും അത് സഹായിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഹ്യൂമൻ ബീയിങ്സിന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? അത്രയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള, ഒറ്റപ്പെട്ട അത്രയും ഒരു വലിയ അവസ്ഥയിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ അത്രയും ആളുകൾ ഒറ്റപ്പെട്ടേനെ എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സുകളില്ലാതെ, അവരോട് സംസാരിക്കാതെ. നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ് അറിവ് പകരുന്നതും ഫ്രണ്ട്സുമായി സംസാരിക്കുന്നതും നമ്മുടെ ഫീലിങ്സ് പറയുന്നതും ഇമോഷൻസ് എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ലൈഫ് എത്ര ഐസൊലേറ്റഡ് ആവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം 5 പർപ്പസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. 5 നമ്മൾ നോക്കി. അടുത്തത്, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസിഷൻ ഓഫ് ഇൻഫർമേഷൻ ഓൾ മെസ്സേജ് ഫ്രം ദ സെൻഡർ ത്രൂ എ സെലക്റ്റഡ് ചാനൽ ടു ദ റിസീവർ, ഓവർകമ്മിങ് ടു ബാരിയേഴ്സ് ദാറ്റ് അഫക്റ്റ് പീസ്. It is a cycling process as it begins and ends with sender through feedback. It ensures a continuous and dynamic interaction. The process of communication consists of a number of elements. അതായത് ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതിനൊരു മെസ്സേജ്, സെൻഡറിൽ നിന്നും ഒരു മെസ്സേജ്, സെൻഡർ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആൾ, അയാൾ ഒരു സെലക്റ്റഡ് ചാനലിലൂടെ, അയാൾ തിരഞ്ഞെടുത്ത ഒരു മാധ്യമത്തിലൂടെ, ആ വഴിയിലൂടെയാണ് അദ്ദേഹം റിസീവറിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്നത്. എങ്ങനെ? എല്ലാ ബാരിയേഴ്സും എല്ലാ തടസ്സങ്ങളും ഓവർകം ചെയ്ത് നല്ല രീതിയിൽ റിസീവറിലേക്ക് സെൻഡറിൻ്റെ മെസ്സേജ് എത്തുന്ന പോലെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഈ ഒരു സൈക്ലിങ്ങിൻ്റെ പ്രോസസ്സ്, ഈ കമ്മ്യൂണിക്കേഷൻ സൈക്ലിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും സെൻഡറിൽ നിന്നാണ്. അതായത് മെസ്സേജ് കൺവേ ചെയ്യുന്ന ആൾ, പറയുന്ന ആളിൽ നിന്ന് ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഏതിലൂടെ? ഫീഡ്ബാക്കിലൂടെ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്ററാക്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഡൈനാമിക് ഇൻ്ററാക്ഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഇലമെൻറ്റ്സ്. കുറച്ച് ഇലമെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സെൻഡർ, ആദ്യം വരുന്നത് സെൻഡർ ആണ്. സെൻഡർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ആരാണോ മെസ്സേജ് പറയുന്നത്, സംസാരിക്കുന്നത്, ആദ്യം ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത്, അദ്ദേഹമാണ് സെൻഡർ. അതിന് മീനിങ് അയക്കുന്ന ആൾ. ഓക്കെ. ദ ഫൗണ്ടേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് ലെയ്ഡ് ബൈ ദ പേഴ്സൺ ഹൂ ട്രാൻസ്മിറ്റ് സെൻസ് മെസ്സേജ്. He intakes the message by encoding it
in such a manner that can be understood by the receiver. അപ്പോൾ സെൻഡറിൻ്റെ ജോലി എന്താണ് ഇവിടെ? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫൗണ്ടേഷൻ, ഒരു അടിത്തറ തന്നെ എന്താണ്? ഈ ഒരു സെൻഡറാണ്. എന്താണ് സെൻഡർ ചെയ്യുന്നത്? സെൻസ് മെസ്സേജ്. ആ മെസ്സേജ് എന്ത് തന്നെയാണെങ്കിലും ആ മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതാണ് സെൻഡറിൻ്റെ പണി. അപ്പോൾ ഈ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻകോഡ് ചെയ്യുന്നു. എങ്ങനെ? ഈ മെസ്സേജ് മനസ്സിൽ എൻകോഡ് ചെയ്യുന്നു, മുന്നേ പറഞ്ഞു ഉറപ്പിക്കുന്നു എന്താണ് പറയേണ്ടത് എന്നുള്ളത് നമ്മൾ എൻകോഡ് ചെയ്യുകയാണ്. എന്നിട്ട് റിസീവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വഴിയിലൂടെ പറയും. അതായത് ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്, മലയാളം അറിയുന്നവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ മലയാളം അറിയാത്തവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിസീവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലോ രീതിയിലോ സെൻഡർ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എൻകോഡ് ചെയ്ത് അത് റിസീവറിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? സെൻഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് റിസീവറാണ്. റിസീവർ എന്ന് പറഞ്ഞാൽ സെൻഡർ പറയുന്ന ആളും റിസീവർ അത് കേൾക്കുന്ന ആളും. ഇപ്പോൾ നമ്മളൊരു ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ഫോൺ ആദ്യം ചെയ്യുന്ന ആൾ, ഞാൻ ഒരാളെ ഫോൺ ചെയ്യുകയാണെങ്കിൽ ഞാനാണ് സെൻഡർ. അവിടെ ഒരാൾ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും റിസീവർ. അപ്പോൾ റിസീവർ എന്താണെന്ന് നോക്കാം. റിസീവർ ഈസ് ദ പേഴ്സൺ ഓൾ ദ ഗ്രൂപ്പ് ടു ഹും ദ മെസ്സേജ് ഈസ് സെൻറ്റ്. Unless the receiver comprehends the message properly, the purpose of communication will not be fulfilled. For that, the receiver should be in fit condition and appropriate circumstances to receive the message and should possess enough knowledge and experience to understand the message. എന്താണ് പറയുന്നത് ഇവിടെ? റിസീവർ എന്ന് പറയുന്നത് അയച്ച മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഒരാളാണ്. അയാൾ ആ മെസ്സേജ് റിസീവ് ചെയ്താൽ മാത്രമേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇവിടെ പൂർണ്ണമാവുകയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരാളെ വിളിച്ചു, അയാൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. പക്ഷെ അയാൾ എടുത്ത് സംസാരിച്ചാൽ മാത്രമല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസീവർ എന്തായിരിക്കണം? ഫിറ്റ് കണ്ടീഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ മെസ്സേജ് റിസീവ് ചെയ്യാനും അത് ആ വിവരം അദ്ദേഹത്തിലേക്ക് മനസ്സിലാക്കാനും പറ്റാവുന്ന രീതിയിലായിരിക്കണം എന്ത് മെസ്സേജ് വരുന്നത്. അത് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്. ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ മലയാളം അറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ സെൻഡർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നത് എന്തോ അത് റിസീവർക്ക് മനസ്സിലാവുന്ന വിധം ഉള്ളതായിരിക്കണം ആ മെസ്സേജ്. അത്രയാണ് ഇതിൽ പറയുന്നത്. അടുത്തത് മെസ്സേജ് ആണ്. എന്താണത്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മെസ്സേജ് ഈസ് ദ ഇൻഫർമേഷൻ കൺവേഡ് ബൈ ദ സെൻഡർ ത്രൂ വേർഡ്സ്, എയ്തർ സ്പോക്കൺ ഓർ റിട്ടൺ, സൈൻസ്, പിക്ചേഴ്സ് ഓർ സിമ്പിൾസ്. ഓക്കെ, മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആണ്, ഒരു വിവരമാണ്. എന്ത് വിവരം? സെൻഡറിലൂടെ കിട്ടുന്ന ഒരു വിവരമാണ്. അത് എങ്ങനെയും ആവാം. എയ്തർ സ്പോക്കൺ ഓർ റിട്ടൺ, എഴുതിയാവാം, സംസാരത്തിലൂടെ ആവാം, അല്ലെങ്കിൽ സയൻസിലൂടെയോ പിക്ചേഴ്സിലൂടെയോ സിമ്പിൾസിലൂടെയോ ആവാം. അതെല്ലാം എന്ത് തന്നെയാണ്? മെസ്സേജ് തന്നെയാണ്. നമ്മൾക്കിപ്പോൾ മെസ്സേജ് ചെയ്യലുണ്ട് അല്ലേ, ചാറ്റ് ചെയ്യലുണ്ട്. അത് നമ്മൾ സംസാരത്തിലൂടെ മാത്രമല്ലല്ലോ, എഴുതിയതും നമ്മൾ കാണാറുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിക്ചേഴ്സോ സിമ്പിൾസോ സൈൻസോ എന്ത് അയച്ചാലും നമുക്ക് അതിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരു മെസ്സേജ് തന്നെയാണെന്നാണ് പറയുന്നത്. സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ സൈൻസോ പിക്ചേഴ്സോ സിമ്പിൾസോ എല്ലാം മെസ്സേജിൽ ഉൾപ്പെടും. മെസ്സേജ് ഈസ് ദ ഹാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മെസ്സേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഹാർട്ടാണ് എന്നാണ് പറയുന്നത്, ഹൃദയമാണ്. ഇറ്റ് ഈസ് കണ്ടന്റ് ദാറ്റ് ദ സെൻഡർ വാണ്ട്സ് ടു കൺവേ ടു ദ റിസീവർ. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻഡർ റിസീവറിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തോ അതാണ് മെസ്സേജ്. അടുത്തത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സെൻഡർ എൻകോഡ് ചെയ്തിട്ടാണ് മെസ്സേജ് വിടുന്നതെന്ന്. എന്താണ് എൻകോഡ് എന്നുള്ളത് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു പുട്ടിംഗ് ദ ടാർഗറ്റഡ് മെസ്സേജ് ഇൻ ടു അപ്രോപ്രിയേറ്റ് മീഡിയം വിച്ച് മേ ബി വെർബൽ ഓർ നോൺ വെർബൽ depending upon the time, space and nature of the message to be sent. The sender puts the message into a series of symbols, pictures or words which will be communicated to the receiver. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെൻഡർ എൻകോഡ് ചെയ്തിട്ടാണ് മെസ്സേജ് റിസീവർക്ക് അയക്കുക എന്നുള്ളത്. എന്താണ് എൻകോഡ് ചെയ്യുന്നത്? അത്
വേർബലിയോ ആവാം, നോൺ വേർബലിയോ ആവാം, അല്ലെ? സംസാരത്തിലൂടെയോ അല്ലാതെയോ ആവാം. ഇത് മീഡിയത്തിലൂടെ വേണം എന്നും ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. അതാണ് വേർബൽ ഓർ നോൺ വേർബൽ. നമുക്ക് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ നേരിട്ടാണ്. അതല്ല നമ്മൾ വേറൊരു മീഡിയം, മൊബൈൽ ഫോണിലൂടെയാണെന്നുണ്ടെങ്കിൽ അവിടെ മീഡിയം എന്താണ്? മൊബൈൽ ഫോണാണ്. അങ്ങനെ അതിൻ്റെ സമയത്തിനും കാലത്തിനും ഒക്കെ അനുസരിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള നേച്ചർ അനുസരിച്ച് ആ മെസ്സേജിനെ എങ്ങനെ എൻകോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെൻഡർ റിസീവർക്ക് അയക്കാനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സീരീസ് ഓഫ് സിമ്പിൾസ്, പിക്ചേഴ്സ്, വേർഡ്സ്, ഇതെല്ലാം ആണ് എന്ത് ചെയ്യുന്നത്? എൻകോഡിങ് എന്നുള്ളതിൽ വരുന്നത്. അടുത്തത് ചാനൽ. നമ്മൾ കുറച്ച് നേരമായിട്ട് പറഞ്ഞു അല്ലേ ചാനൽ എന്നുള്ളത്, അല്ലെങ്കിൽ മീഡിയം എന്നൊക്കെ പറയാം. It refers to the way or mode in which the message flows. The message is transmitted over a channel that links the sender with the receiver. The message may be oral or written, and it may be transmitted through a letter, a computer, telephone, mobile phone, etc. Okay. അപ്പോൾ ചാനൽ അഥവാ മീഡിയം അല്ലെങ്കിൽ മോഡ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എന്താണ് ചാനൽ അഥവാ മീഡിയം? അതൊരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ മീഡിയം, മാധ്യമം എന്ന് പറയും. എന്താണ് മാധ്യമം? ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തോ അതാണ് മീഡിയം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, മൊബൈൽ ഫോണിലൂടെയാണ് നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ഇവിടെ മീഡിയം എന്താണ് ആവുന്നത്? മൊബൈൽ ഫോണാണ്. അതുപോലെ തന്നെയാണ് എല്ലാത്തിലും. ഇപ്പം ടി വിയിൽ വാർത്ത വായിക്കുന്നുണ്ട്. അപ്പോൾ വാർത്ത വായിക്കുമ്പോൾ നമ്മളോട് അവർ പറയുന്നത് ഏത് മീഡിയത്തിലൂടെയാണ്? ടെലിവിഷൻ എന്ന മീഡിയത്തിലൂടെയാണ്. അത് തന്നെയാണ് ചാനൽ എന്നിവിടെ പറയുന്നത്. അതായത് ഏത് വഴിയിലൂടെയാണോ മെസ്സേജ് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് ട്രാൻസ്മിറ്റഡ് ആയി വരുന്നത്, ആ വരുന്ന ആ ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാനലിനെയാണ്, ആ വഴിയെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ആ മെസ്സേജ് ഓറലോ ആവാം, റിട്ടനോ, എന്ത് വേണമെങ്കിലും ആവാം. ഏത് മീഡിയത്തിലൂടെയും ഏത് ചാനലിലൂടെയും നമുക്ക് വരാം. ലെറ്ററിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ടെലിഫോണിലൂടെയോ മൊബൈൽ ഫോണിലൂടെയോ, ഇതെല്ലാം മീഡിയമാണ്. നമ്മൾ സംസാരിക്കുന്നത് എന്തുപയോഗിച്ചാണ് അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണ് അവരത് കേൾക്കുന്നത് എന്നുള്ളത് എന്താണോ അതാണ് മീഡിയം. അടുത്തത് ഡീകോഡിങ്. അപ്പം നമ്മൾ ആദ്യം എൻകോഡിങ് പറഞ്ഞു അല്ലേ? എൻകോഡിങ് ആര് ചെയ്യുന്നതാണ്? സെൻഡർ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഡീകോഡിങ് ചെയ്യുന്നത് ആരാണ്? റിസീവർ ആണ്. നോക്കാം. It refers to interpreting or converting the message into intelligible language. It is simply means understanding the message. The receiver receives the message and then interprets in his or her own way. Okay. Decoding എന്ന് പറഞ്ഞാൽ എന്താന്ന് സിമ്പിൾ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. എന്താണ്? സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് വന്ന മെസ്സേജ്, സെൻഡർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് റിസീവറുടെ കയ്യിൽ കിട്ടിയ, റിസീവർ കേട്ടതിന് ശേഷമോ കണ്ടതിന് ശേഷമോ അത് ഡീകോഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക, ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഇസ് സിംപ്ലി മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ്. അത്രയേ ഉള്ളൂ. ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ആ മെസ്സേജ് നന്നായിട്ട് മനസ്സിലാക്കുക, അതാണ് ഡീകോഡിങ്. അത് ആര് ചെയ്യുന്നതാണ്? റിസീവർ. സെൻഡർ ചെയ്യുന്നതാണ് എൻകോഡിങ്, റിസീവർ ചെയ്യുന്നത് ഡീകോഡിങ്. അടുത്തത് ഫീഡ്ബാക്ക് ആണ്. It refers to the response of the receiver for the message sent by the sender. Feedback is necessary to ensure that the communication process took place effectively. അതായത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഒക്കെ പറയും. ഇവിടെയും ഫീഡ്ബാക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അത് ഒരു റെസ്പോൺസാണ്, റിസീവറുടെ ഭാഗത്ത് നിന്നാവേണ്ടതാണ് എന്ത്? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റിസീവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ്. ഇതിന് സെൻഡർ അയച്ചു തന്ന മെസ്സേജിൻ്റെ റെസ്പോൺസ് ആയിട്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് ഏറ്റവും നെസസറി ആണ് എന്ത്? ഫീഡ്ബാക്ക്. അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്? ഇപ്പം ഞാൻ ആരോടെങ്കിലും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു, അവർ റിപ്ലൈ തന്നാലല്ലേ എനിക്കും അതൊരു എഫക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്താവും? അവിടെ കമ്മ്യൂണിക്കേഷൻ തന്നെ പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് ഒരു കമ്മ്യൂണിക്കേഷന് നിർബന്ധമായും വേണ്ട ഒരു സാധനമാണ്. അടുത്തത് നോയ്സ് ആണ്. Noise is any factor that interfere with the communication process and blocks or
changes the intended meaning of message. It can be physical, noise of traffic, or psychological. Example, lack of attention, noise negatively affects the process of communication. അതായത് നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം, ഒരു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു നോയ്സ് അല്ലേ, അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ മീനിങ് കൺവേ ചെയ്യാണ്, ഒരു മെസ്സേജിൻ്റെ മീനിങ് കൺവേ ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് മാറിപ്പോകുന്ന സംഭവങ്ങൾ, അതിനെയാണ് നോയ്സ് എന്ന് പറയുക. അത് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക്കിൻ്റെ നോയ്സ് കേൾക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അവർ പറയുന്നത് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്താ സംഭവിക്കുക? അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവില്ല, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല. അതുതന്നെയാണ് സംഭവം. അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള ഒരു നോയ്സ് ആവാം. അതെങ്ങനെയാണ്? ലാക്ക് ഓഫ് അറ്റൻഷൻ, നമുക്ക് ശ്രദ്ധ മാറിപ്പോവും അല്ലേ. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഇരുന്ന് പാഠം എടുക്കുന്നുണ്ടാവും, അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? അതും ഒരു നോയ്സ് ആണ്. അപ്പോൾ നോയ്സ് വളരെ നെഗറ്റീവായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് അല്ലേ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് നമ്മൾ നോക്കി. സെൻഡർ, റിസീവർ, മെസ്സേജ് എൻകോഡിങ്, ചാനൽ, നോയ്സ്, ഫീഡ്ബാക്ക്, ഡീകോഡിങ് എല്ലാം പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പം ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഥവാ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഒന്നാമത്തത് വരുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വൺ സെൽഫ് യൂസിങ് ഇന്റേണൽ വോക്കലൈസേഷൻ ഓർ റിഫ്ലക്റ്റിംഗ് തിങ്കിങ്. ഇറ്റ് ഈസ് ട്രിഗർഡ് ബൈ സം ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ സ്റ്റിമുലർ. Unlike other forms of communication, it doesn't need a listener or feedback to complete the cycle of communication. Transpersonal communication is a form of intrapersonal communication in which one converses with God by means of praying and meditation. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ആദ്യത്തെ വരുന്നത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? നമ്മളോട് തന്നെ സംസാരിക്കുക അല്ലേ. നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്, എല്ലാവരും സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനെ ആണ് എന്ത് പറയുന്നത്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ കമ്മ്യൂണിക്കേഷൻ ടൈപ്പുകളെ അപേക്ഷിച്ച് ഇതിനൊരു ലിസണറെയോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ ഈ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. കാരണം നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കിൻ്റെയോ ഇത് കേൾക്കാൻ വേറൊരാളെയോ ആവശ്യമില്ല. കാരണം നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണ്? അതും ഒരു ഫോം ഓഫ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇൻട്രാപേഴ്സണലിൽ തന്നെ വരുന്ന ഒരു ഫോമാണ് ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിന് പറയുക. അതാണ് നമ്മൾ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായല്ലോ? അടുത്തത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ ഇൻട്രാപേഴ്സണലും ഇത് ഇന്റർപേഴ്സണലും ആണ്. It is the form of communication between two or more people. It is the most intimate form of communication. It is between people whose life mutually influence one another. It builds, maintains or ends relationships. Example, scolding someone, communication with a stranger, etc. Interpersonal communication may be planned or unplanned, but since it is interactive, it is usually more structured, for goal-oriented and influenced by social expectations than any other form of communication. അപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികം പേരോ ചേർന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആശയവിനിമയം നടത്തുന്ന അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ അവസാനിപ്പിക്കാനും ഒക്കെ ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് സാധിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആരെയും വഴക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കണം. ഇപ്പോൾ സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കുമ്പോൾ മേ ബി അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുക അല്ലെ അവരുമായിട്ട്. അതല്ലെങ്കിൽ ആരെയും വഴക്ക് പറഞ്ഞു, എന്തെങ്കിലും വഴക്കായി, ചീത്ത പറഞ്ഞു, എന്തെങ്കിലും ആയി അവിടെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മേ ബി പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ് ആണ്. അത് ചിലപ്പോൾ പ്ലാൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിരിക്കാം. കാരണം
ഇത് യൂഷ്വലി മോർ സ്ട്രക്ചേർഡ് ആണ്, കാരണം ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ഈ രണ്ടോ അതിലധികം പേരോ സംസാരിക്കുമ്പോൾ അത് ഗോൾ ഓറിയന്റഡ് ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും പ്ലാൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ? നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഗ്രൂപ്പായിട്ടിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. It refers to the communication among 3 or more people interacting to achieve a shared goal. It is more intentional and formal than interpersonal communication. As the members of the group may be close to one another, a group communication may bear certain traits of interpersonal communication. Example, classroom, political meeting, etc. അപ്പോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൂന്നോ അതിലധികമോ പേര് ചേർന്ന് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഷെയർഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അത് വളരെ ഫോമൽ ആയിരിക്കും. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഫോമൽ ആയിരിക്കും. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് മേ ബി ക്ലോസ് ടു വൺ അദർ, ചിലപ്പം എന്തായിരിക്കും എല്ലാവരുമായിട്ടും ക്ലോസ് ആയിരിക്കാം. അതുപോലെ തന്നെ അവര് ഒരു സെർട്ടൈൻ ട്രേഡ്സിന്റെ ഒരു ഷെയർഡ് കോമൺ ഗോൾ അവർക്ക് ഉണ്ടാവും. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ കുറേ പേരുണ്ടാവും, അതൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ വരുന്നത് എന്തിനാ? അവർ പഠിക്കാനും അല്ലെ എഡ്യൂക്കേഷൻ കിട്ടാനുമാണ്. അതേപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് വെക്കുകയാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിംഗ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്? ആ പാർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ അതാണ് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് എപ്പോഴും ഒരു ഗോൾ ഉണ്ടാവും, ഷെയർഡ് ഗോളാണ്. എല്ലാവർക്കും ഒരേ ഗോളായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് റൂമിൻ്റെ തന്നെ നമുക്ക് എടുത്താൽ മതി. ക്ലാസ്സിൽ എല്ലാവരും വരുന്നത് എന്തിനാണ്? പഠിക്കാനാണ്. അപ്പോൾ ഒരു കോമൺ ഷെയർഡ് ഗോള് ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. It refers to the messages transmitted to many people through print, electronic or digital media. Radio, TV, newspapers, internet, etc. are various forms of mass communication. Unlike other forms of communications, there is not much possibility of immediate verbal or non-verbal feedback in mass communication. അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, നമ്മൾ മാസ് മീഡിയ എന്നൊക്കെ പറയും ഇപ്പോഴത്തെ മീഡിയസിനൊക്കെ. അപ്പോൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ? പ്രിന്റിലൂടെയോ അച്ചടിയിലൂടെയോ ഇലക്ട്രോണിക്കിലൂടെയോ ഡിജിറ്റലിലൂടെയോ റേഡിയോ, TV, ന്യൂസ് പേപ്പർ, ഇന്റർനെറ്റ്, അങ്ങനെ ഏതൊക്കെ ഫോമിൽ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നോ അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ TV-യിൽ ന്യൂസ് വായിക്കുന്നുണ്ട് അല്ലേ, നമ്മളത് കേൾക്കുന്നുണ്ട്, അതൊരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. ആ ഒരു വായിക്കുന്ന ആള് എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരൊറ്റ സമയത്ത് അല്ലേ, അറ്റ് എ ടൈമിൽ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റേഡിയോയിൽ ഇരിക്കുന്ന RJ സംസാരിക്കുന്നത് എല്ലാവരോടായിട്ടാണ്, അല്ലാതെ ഒന്നോ രണ്ടോ പേരോടല്ല. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ അറ്റ് എ ടൈം വായിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ എഴുത്തുകാരൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരേ സമയത്ത് എല്ലാവരോടും കൂടിയാണ്. അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ, ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാസ് കമ്മ്യൂണിക്കേഷനിൽ കിട്ടാൻ വളരെ കുറവാണെന്നാണ്. പോസിബിലിറ്റി അതിൻ്റെ കുറവാണ്. കാരണം എന്താണ്? TV-യിൽ ഇപ്പം ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? അല്ലെങ്കിൽ അതിനുള്ള ഒരു പോസിബിലിറ്റി നമുക്കില്ല. കാരണം ജനങ്ങളോട് മുഴുവനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ന്യൂസ് വായിച്ചുകൊണ്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫീഡ്ബാക്ക് കിട്ടാൻ പോസിബിലിറ്റി കുറവുള്ളൊരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ന്യൂസ് പേപ്പറിൽ നമ്മൾ ഒരു വാർത്ത കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ കണ്ടു, അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിലേക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞു, അഥവാ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ: ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലാക്കി വെച്ചോളാം. അതുപോലെ തന്നെ ഇതിൽ എക്സാമ്പിൾസും ഇതിൻ്റെ ഡെഫിനിഷനും എന്താണ് ഈ ഓരോ ടൈപ്പ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസും നന്നായിട്ട് ആലോചിച്ച് വെച്ചാൽ മറക്കില്ല. ഇനി അടുത്തത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ.
Verbal communication refers to the process of communication in which words are used to convey the intended message. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെ അല്ലെ, വാക്കുകളിലൂടെ നമ്മൾ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദ മേജർ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്, ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പിക്ചേഴ്സ്, സൈൻസ്, സിഗ്നൽസ് എക്സെട്ര ടു കൺവേ എ മെസ്സേജ്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അത് വാക്കുകളിലൂടെ സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അത് പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോൺ വെർബലി അതായത് സംസാരത്തിലൂടെ അല്ലാതെ മറ്റെല്ലാ രീതിയിലൂടെയും, എങ്ങനെ? ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കൈയൊക്കെ കാണിച്ചിട്ട് സംസാരിക്കും. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്തിൽ ഭാവങ്ങളൊക്കെ വരുത്തി നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഗെസ്റ്റേഴ്സ് അല്ലെ, ആംഗ്യഭാഷ കാണിക്കാറുണ്ട്. പിക്ചേഴ്സ്, ഫോട്ടോസ് കാണിക്കാറുണ്ട്. സൈൻസ്, സിഗ്നൽസ് ഒക്കെ കാണിച്ചിട്ട്, ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും സംസാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ല, സിഗ്നൽ കണ്ടിട്ടാണ് അല്ലേ. അങ്ങനെ മെസ്സേജ് കൺവേ ചെയ്യുന്നത് എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബലിന്റെയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് ലാംഗ്വേജ് ഇൻ സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ആസ് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ടോൺ ആൻഡ് പോസസ് ഇൻ സ്പീച്ച്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ ടോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ടോണൊക്കെ നമുക്ക് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ അത് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവർ ദേഷ്യത്തിലാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അവരൊരു മീനിങ് കൺവേ ചെയ്യണം, അവർ ദേഷ്യത്തിലാണെന്നുള്ളത്. അതും ഒരു ടോണും എന്താണ്? ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാമത്തത്, verbal communication uses a single channel of communication, the human voice which speaks a single word at a time. Non-verbal communication uses multiple channels of communication including your entire body, facial expression and tone of voice. അതായത് വെർബലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സിംഗിൾ ചാനലിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വാക്കുകളിലൂടെ മാത്രമാണ് നമുക്ക് ആ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ചാനൽസിലൂടെയും മൾട്ടിപ്പിൾ മീഡിയത്തിലൂടെ അവർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? അവരുടെ എൻറ്റയർ ബോഡിയിൽ കൈ കാണിച്ചിട്ടും കണ്ണ് കാണിച്ചും ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചോ അല്ലെങ്കിൽ ടോൺ ഓഫ് വോയിസ്, നല്ല ശബ്ദത്തിൽ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുകയാണെങ്കിൽ കണ്ണുനീര് വരും, അങ്ങനെ പലതരത്തിൽ മൾട്ടിപ്പിൾ ചാനൽസിലൂടെ എന്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റും. അടുത്തത് മൂന്നാമത്തേത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഓവർ ഫോൺ കോൾസ്, ഇൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ഓവർ എ ലൗഡ് സ്പീക്കർ, ത്രൂ ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് സോ ഓൺ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മാത്രമേ നടത്താൻ പറ്റുള്ളൂ? ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ മൈക്കിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിലൂടെയോ ഒക്കെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റുക. പക്ഷേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓൺലി ഒക്കർ വെൻ ഓൾ പാർട്ടീസ് ഇൻ എ കൺവെർസേഷൻ ക്യാൻ സീ വൺ അനദർ. ദിസ് ഹെൽപ്സ് ദം പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് നോൺ വെർബലി. അതായത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണേണ്ട കാര്യമില്ല അല്ലേ. അതുപോലെ തന്നെ ഓഡിയോയിലൂടെ മാത്രമാണെങ്കിലും നമുക്ക് നേരിട്ട് കാണേണ്ട, ആ ഓഡിയോ മാത്രം കേട്ടാൽ മതി, നമുക്ക് മനസ്സിലാവും. പക്ഷേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, അതിൽ സംസാരിക്കുന്നില്ല ആരും. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് കാണണം. എല്ലാവരെയും സംസാരിക്കുന്നത് ആരൊക്കെയാണോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണോ അവരെല്ലാവരും പരസ്പരം കാണണം. എങ്കിൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുള്ളൂ അല്ലേ. ആംഗ്യഭാഷയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാലല്ലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർ നേരിട്ട് കാണണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് നാലാമത്തെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ലീനിയർ ആൻഡ് വോളണ്ടറി. യു സെറ്റ് ഔട്ട് ടു സേ സംതിങ്, gather your thoughts from your sentences and then start delivering your message. It is a well thought out process in which the speaker
focuses on communicating this message effectively. Non-verbal communication is a continuous process. It is not well thought out and is largely involuntary, although you can train yourself to use it more purposefully. Unlike verbal communication, non-verbal communication is not linear. It depends more on how people use body language and to respond to external stimuli. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നത് ലീനിയറും വോളണ്ടറിയുമാണ്. അതായത് സ്വമേധയാ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലീനിയർ ആണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ നമ്മൾ തന്നെ സ്വയം എന്തെങ്കിലും കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ആ ചിന്തകൾ ഒന്ന് ഗ്യാദർ ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, മെസ്സേജ് ഡെലിവർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അതൊരു വെൽ തോട്ട് ഔട്ട് അല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്വമേധയായിട്ട് തന്നെയാണ് അതുമുള്ളത്. പക്ഷേ വെർബൽ കമ്മ്യൂണിക്കേഷനെ പോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ലീനിയർ അല്ല എന്നാണ് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമല്ല ഇതിലുണ്ടാവുക. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, അവരുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ അവരുടെ എക്സ്റ്റേണൽ സ്റ്റിമുലി എല്ലാം കാരണം നോൺ വെർബൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജും ഗസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചാണ്. അപ്പോൾ അത് അവരുടെ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ കോൺഷ്യസ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ്, പ്രോസസ്സിംഗ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ്. Non-verbal communication happens on an unconscious level but doesn't really think about it actively. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് പ്രോസസ്സാണ്. അത് നമ്മുടെ ചിന്ത, അതുപോലെ തന്നെ ചിന്തയുടെ പ്രോസസ്സിങ്, എന്നിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ലെവലിൽ സംഭവിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. അടുത്തത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫെയർലി ഈസി ടു ഡീകോഡിംഗ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. When you pay that you make close attention to a person who is speaking, you will understand what is this. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരെ ഡീകോഡ് ചെയ്യാൻ, നമ്മൾ പഠിച്ചുല്ലേ ഡീകോഡ് ചെയ്യുക എന്താണെന്നുള്ളത്. അപ്പോൾ റിസീവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സെൻഡർ പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട്, ഈസി ആയിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സംസാരിക്കുന്ന ആളോട് നമ്മൾ കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ കാര്യം എന്നുള്ളതും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ഡീകോഡ്. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഡീകോഡ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഴുത്തിലൂടെയോ വാക്കുകളിലൂടെ അല്ലെ, സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ പറയുന്നതാണ്. അപ്പം നമുക്ക് ആ ലാംഗ്വേജ്, ആ ഒരു ഭാഷ അറിയാമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല. യു ഹാവ് ടു പേ അറ്റൻഷൻ ടു മെനി ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ സ്പീക്കേഴ്സ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ടോൺ ടു ഡീകോഡ് ദ മെസ്സേജ് ദാറ്റ് ഈസ് ബീങ് കൺവേഡ്. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നമ്മൾ കുറച്ചുകൂടെ അറ്റൻഷൻ പേ ചെയ്യേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. അതായത് അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കണം, അവരുടെ സംസാരത്തിൻ്റെ ടോണ്, ഇതെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും പഠിച്ചു. ഇനി അടുത്തത് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. കമ്മ്യൂണിക്കേഷന് കുറച്ച് മോഡൽസ് ഉണ്ട്, എന്താണെന്ന് നോക്കാം. Communication models are the metaphorical, simplified and systematic representation of the communication process which for general perspectives of communication. കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടും മെറ്റഫോറിക്കൽ ആയിട്ടും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജനറൽ പേഴ്സ്പെക്റ്റീവ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് നമുക്കുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ലീനിയർ മോഡൽ, ട്രാൻസാക്ഷണൽ മോഡൽ, ഇൻ്ററാക്റ്റീവ് മോഡൽ ഓർ കൺവേർജൻസ് മോഡൽ. ഈ 3 മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഈ 3 മോഡൽസിനെ കുറിച്ച് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നോട്ട്സ് വേണ്ടവർ അത് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. ഇനി അടുത്തത് അവസാനത്തെ ഭാഗം, കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസ്. Communication competence is a term in linguistics which refers to a language user's grammatical knowledge as well as social knowledge about now and when to use utterances appropriately. It is concerned not only with how grammar and vocabulary are managed but also with the socio-cultural rules of appropriate language use. Communication competence എന്നൊരു ടേം അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്രാമറ്റിക്കൽ നോളജ് അല്ലേ, ഗ്രാമേഴ്സ്, അതുപോലെ തന്നെ വൊക്കാബുലറി, അങ്ങനെ ടോപ്പിക്, അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇതാണ് കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസ്. ഇനി അതിൻ്റെ തന്നെ കുറച്ച് രീതികളുണ്ട്. 4 കോമ്പിറ്റൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ്, 2 സോഷ്യോ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ്, 4 ഡിസ്കോഴ്സ് കോമ്പിറ്റൻസ് ആൻഡ് 4th സ്ട്രാറ്റജിക് കോമ്പിറ്റൻസ്. ഇതും ജസ്റ്റ് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നോട്ട്സ് മാത്രം ഇട്ടിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി മൊഡ്യൂൾ 2 എല്ലാം ഇടാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇനി ഈ കോഴ്സിൻ്റെ ലിറ്ററേച്ചർ പേപ്പറിൻ്റെ എല്ലാ മൊഡ്യൂൾസും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.